എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ ബി അജയകുമാറാണ്. കക്കകളി നാടകത്തിന് ശേഷം മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പുതിയൊരു നാടകവുമായി ഞങ്ങൾ അരങ്ങത്തേക്ക് വരികയാണ്. മാടമോക്ഷം എന്നാണ് നാടകത്തിൻ്റെ പേര്. നാടകത്തിൻ്റെ അണിയറ വിശേഷങ്ങളും നാടകം രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളുമൊക്കെ എങ്ങനെയാണ് എന്ന് നാടകപ്രേമികളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ചാനലിലൂടെ ശ്രമിക്കുകയാണ്. കക്കകളി നാടകത്തിനും ഭക്തക്രിയ നാടകത്തിനും വലിയ തരത്തിലുള്ള പിന്തുണയാണ് നാടകപ്രേമികളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ചാനലിനും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ നാടകം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ കാഴ്ചകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഓക്കെ, കാണാം. മരുതം തിയേറ്റർ ഗ്രൂപ്പ് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടക സംഘമാണ്. ഞങ്ങളുടെ പുതിയ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 അമച്വർ നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നാടകത്തിൻ്റെ റിഹേഴ്സലാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ജയമോഹൻ്റെ മാടമോക്ഷം എന്ന നോവലിനെ അധികരിച്ച് ശ്രീ രാജ്മോഹൻ നീലേശ്വരം തയ്യാറാക്കിയ നാടകമാണ് ഇവിടെ സംഗീത നാടക അക്കാദമിയുടെ സെലക്ഷന് ലഭിച്ചിട്ടുള്ളത്. ഈ നാടകം സംവിധാനം ചെയ്തത് കക്കകളിയും ഭക്തക്രിയയും ഒക്കെ സംവിധാനം ചെയ്ത ശ്രീ ജോബ് മഠത്തിലാണ്. ഇന്നത്തെ ഈ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത് മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ മോഹൻകുമാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഈ റിഹേഴ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് മുതിർന്ന നാടക കലാകാരനും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രശസ്തമായ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തിലെ ക്രിസ്തുവിൻ്റെ വേഷം അഭിനയിക്കുകയും ചെയ്ത ശ്രീ ശിവൻ അയോധ്യയാണ്. അദ്ദേഹം ഇന്ന് മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു അംഗം കൂടിയാണ്. എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. വിളിക്കുന്ന എല്ലാ മുതിർന്ന നാടക പ്രവർത്തകരെയും എല്ലാവിധ സാക്ഷിയാക്കിക്കൊണ്ട് മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഈ റിഹേഴ്സൽ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കാം. തുടർന്ന് ഈ നാടകത്തിൻ്റെ പോസ്റ്ററിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് മറ്റൊരു നാടക പ്രവർത്തകൻ, കേരളത്തിലെ എല്ലാ മലയാളികൾക്കും സുപരിചിതനായ പ്രശസ്തനായ നാടക പ്രവർത്തകൻ, ആലപ്പുഴയുടെയും പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെയും അഭിമാനമായ ശ്രീ പ്രമോദ് വെളിയനാണ്. നാടകത്തിലൂടെ എത്തി സിനിമയിലൂടെ പ്രശസ്തനായ അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ ഈ പോസ്റ്റർ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദരവോടുകൂടി ഞാനതിനെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 28 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടും തിരിച്ചറിയാൻ പാടില്ലാത്ത, അത് മോശമായിട്ടല്ല, ആ കലയുടെ പ്രത്യേകതയാണ്. സിനിമയിലെത്തിയപ്പോൾ കുറേ ആളുകൾ അറിയുന്നു, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തി അയ്യോ ഞങ്ങൾ കാണാറുണ്ട്, അങ്ങനെ എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അത് കലാകാരന് കിട്ടിയ ഒരു സന്തോഷമാണ്. അതൊന്നുമല്ല, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എപ്പോൾ കിട്ടുന്നതും നാടകം കളിക്കുമ്പോഴാണ്. അത് ഗ്രീൻ റൂമിൽ വന്ന് ഒരാളെങ്കിലും നമ്മുടെ തോളെ തട്ടി നന്നായി എന്നിങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം എത്ര ലക്ഷം കിട്ടിയാലും കിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ കല കാണിക്കുന്ന വലിയ ഒരു മാറ്റമുണ്ട് മനുഷ്യൻ്റെ. അപ്പോൾ ആ കലാകാരനായി ജീവിക്കാൻ കഴിഞ്ഞതും ഈ കലാകാരനായി മുന്നോട്ട് പോകാൻ കഴിയും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കലാകാരനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഞാനൊരു സന്തോഷ വാർത്ത, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയും കൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഞാനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് കുളിര് കയറാൻ തുടങ്ങി, ഇതാ കുഴപ്പം. അപ്പോൾ ഈ കയ്യടി നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയതല്ല, വേറൊന്നുമല്ല. എന്തായാലും 100% ആത്മാർത്ഥതയോടും മനസ്സും ശരീരവും കൊടുത്ത് ഞാൻ ഈ നാടകത്തിലെ കഥാപാത്രമാകാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമത്തിനുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെയും ഇതിലേക്ക് ചേർത്ത് നിർത്തിയതിന് ഒത്തിരി സന്തോഷം ജോബായി. എല്ലാവരോടും, ഇതിൻ്റെ സംഘാടക സമിതി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ, പേരുകൾ എല്ലാവരുടെയും മറ്റും അറിയില്ല, എങ്കിൽ കൂടി എല്ലാവരോടും കാലിൽ തൊട്ട് അനുഗ്രഹം ചോദിക്കുന്നു. നമുക്കൊരു നല്ല നാടകം, കേരളത്തിൽ ഇങ്ങനെ ഒരു നാടകം പറയുന്ന കുറേ കാലത്തിന് ശേഷം, ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തിരുമുറുവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മാടമോക്ഷം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു എന്നും നിങ്ങളുടെയൊക്കെ മുഴുശാക്കി എന്നൊക്കെ പറയുന്ന പോലെ മാടമോക്ഷം എന്ന് പറയുന്ന ഒരു നാടകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം, അടിക്കാവുന്നേ നമുക്ക് ഉള്ള. അപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തോടെ അനുവാദത്തോടെ മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ലോഗോ പ്രകാശനം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി സജിത സതീശനും പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ വി കെ വിശ്വാസനും ചേർന്ന് നിർവഹിച്ചു. ഇൻസ്റ്റാഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജും ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടും. യൂട്യൂബ് ചാനൽ ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഈ നാടകത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ
നാടകത്തിൻ്റെ തുടക്കം മുതൽ നാടകം സ്റ്റേജിലെത്തുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.